കൊച്ചിയിൽ വൃദ്ധയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പൊന്നുരുന്നി റെയിൽവേ ട്രാക്കിലടക്കമാണ് തെളിവെടുപ്പ് നടന്നത്. പ്രതി ഫിർദൌസ് അലിയെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് പൊന്നുരുന്നി റെയിൽവേ യാർഡിനു സമീപം ക്രൂരപീഡനത്തിനിരയാക്കിയ ശേഷം 59-കാരിയെ ട്രാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ അറസ്റ്റിലായ പ്രതി അസം സ്വദേശിയായ ഫിർദൌസ് അലിയെ കടവന്ത്ര സിഐയും സംഘവും കൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യാർഡിനു സമീപത്തെ കൈതക്കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചതിനു ശേഷം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു. രാത്രി ഇതുവഴി വന്ന 2 ചെറുപ്പക്കാരാണ് അവശനിലയിൽ സ്ത്രീയെ കണ്ടെത്തുന്നത്. നേരെ അങ്ങോട്ട് ചെന്നപ്പോഴാവും ചേച്ചി കാടിന്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കണ. ചേച്ചി വയ്യാട് മോന്തയൊക്കെ പൊട്ടി ഒരു പറമ്പിൽ ഒരു വെള്ളത്തിൽ കിടക്കണേ. രക്ഷിക്കണെന്ന് പറഞ്ഞായിരുന്നു ചേച്ചാ. ഞങ്ങൾ ചെന്ന് വേഗം കൊടുത്ത് ആ ചേച്ചീനെ അവിടെ നിന്ന് എടുത്ത് സ്ലാബിന്റെ മുകളിൽ വെച്ച്. അപ്പോഴാണ് ആൾക്കാരൊക്കെ വന്ന് പോലീസിനെ വിളിക്കാൻ. സംഭവം നടന്ന കൈതക്കാട്, ട്രാക്ക് പരിസരം എന്നിവിടങ്ങളിൽ പ്രതിയുമായി പോലീസ് തെളിവ് ശേഖരിച്ചു. മെട്രോ സ്റ്റേഷനിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ സ്ത്രീയെ കയറ്റി സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് ഇറങ്ങി. പിന്നീട് റെയിൽവേ ട്രാക്കിനടുത്തെ കൈതക്കാട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം മുൻപ് ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് പീഡനത്തിന് ഇരയായത്. ജനം, കൊച്ചി.